By incriminating such a pious, disloyal soul, you have proved that you are a total shame to the entire police force of the country. മോനെ അദ്ദേഹത്തിന്റെ ഇവരുടെ ഒരു സീക്വൻസ് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും ചുറ്റും ഒരു ക്ലാപ്പി. കാരണം നമുക്കത് ഭയങ്കര ഒരു ആവേശമാണ് ഇവരുടെ പെർഫോമൻസ് മാറിയെന്ന് കാണുമ്പോൾ. അല്ലാതെ ടിവിയിൽ കാണുമ്പോൾ അല്ലാതെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്ട് ആയിരുന്നു അത്. കോട്ട് സീൻ ഈ നമ്മുടെ നേരിൽ കാണിച്ച കോട്ട് അതേപോലെ തന്നെയാണ്. ഒരു പരിധി വരെ 90% ആൾക്കാർ അത്രയും ജസ്റ്റിഫൈ ചെയ്ത് കാണിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അപ്പോൾ അത് വളരെയധികം അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇപ്പോഴും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഫിലിം ഗ്രൂപ്പ്സിലും ആ സിനിമയെ പറ്റിയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് അവരവരുടെ ഗ്രാമത്തിലൊരു ബൈജേട്ടനോ നമ്മുടെ ഒരു ഹരികുമ്പളം പോലെ എന്തെങ്കിലും ക്രിക്കറ്റിൽ ചെറിയ റെപ്രസെന്റേഷൻ ഒക്കെ വരുത്തിയൊരു പയ്യനുണ്ടാവുമല്ലോ. ഹായ് എവ്രി വൺ, ദിസ് ഈസ് ക്ലബ് FM ക്ലബ് സ്റ്റുഡിയോ. ആൻഡ് ഇന്നത്തെ എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് 2023 മലയാളം ഇൻഡസ്ട്രി കണ്ടിട്ടുള്ള ദ ക്യൂട്ടസ്റ്റ് വില്ലൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ശങ്കർ, വെൽക്കം ടു മൈ ഷോ. ഹായ്. എന്തൊരു വിശേഷം? വളരെ വളരെ സന്തോഷം. എന്താ പറയുക, ഒരു വലിയൊരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ മൂവി തുടങ്ങിയ സമയത്ത്, ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്തൊക്കെ നേരിലേക്ക് വന്നു, ദെൻ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വരുന്നു, ദെൻ യെസ് പറയുന്നു, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്തും ദെൻ മൂവി റിലീസ് ചെയ്ത സമയത്തും എന്തൊക്കെയായിരുന്നു മനസ്സിലൂടെ കടന്നുപോയ ഒരുപാട് ചിന്തകൾ? അല്ല, നമുക്ക് ആസ് ഒരു ആസ്പയറിംഗ് ആക്ടർ എന്ന രീതിയിൽ നമുക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. കാരണം നമുക്കറിയാം ഈ സ്പേസിന്റെ വില, ഈ സംവിധായകൻ ആരാണ് മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ലോകത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ലൈക്ക് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും അത്രയും സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ കഥാപാത്രത്തിനെ പെർഫോം ചെയ്യണം എന്നുള്ള സംഭവമുണ്ട്. തീർച്ചയായിട്ടും അത് നന്നായിട്ട് വന്നു വിശ്വസിക്കണം. അപ്പോൾ അത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു ക്യാരക്ടർ ഏറ്റെടുത്ത സമയത്ത്? അല്ല, നമുക്കത് നന്നായിട്ട് ചെയ്യാം. കാരണം ഇത് ഒബ്വിയസ്ലി ഈ കഥാപാത്ര ആൾക്കാർ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയാണ് ഈ സിനിമയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പുറത്ത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി വരാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഒരു ബന്ധവുമില്ല ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ആൾക്ക്. അപ്പോൾ അവനാരാന്ന് പഠിക്കണമല്ലോ ആദ്യം. തീർച്ചയായിട്ടും സംവിധായകനോടും അതിൻ്റെ കൂടെ റൈറ്ററായിട്ടുള്ള ശാന്തി ചേച്ചിയോടും നന്ദി പറയണം. കാരണം അവർ ഭയങ്കരമായിട്ട് അതൊരു ഗൈഡ് ലൈനും അല്ലെങ്കിൽ ആരാണ് മൈക്കിൾ എന്നത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പ്രോസസ് ഉണ്ട്, അതിൻ്റെ പിറകെ ഒരു എന്താ പറയുക നമ്മുടേതായ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. സംഭവിച്ചെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ജിത്തു ജോസഫ് സാറിൻ്റെ 2 സിനിമകൾ ലൈക്ക് ദൃശ്യം എടുത്താലും ഇപ്പോൾ നേരെടുത്താലും, ദൃശ്യത്തിൽ വരുണുണ്ട്, നേരിലും മൈക്കിളുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വരുണും ദെൻ മൈക്കിളും ഇവരുടെ 2 സിമിലാരിറ്റിയും 2 ഡിഫറൻസും പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും ശങ്കർ പറയുന്നത്? രണ്ടും വേറെ ആൾക്കാരാണ്. ഒരു തമ്മിൽ യാതൊരു ബന്ധമില്ല. അല്ലേ, ഒരു ബന്ധമില്ല ശരിക്കും. ആക്ച്വലി ഇത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ഇതാണ്. കാരണം അതിന്റെ പ്ലോട്ട് വെച്ച് നോക്കുമ്പോഴും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇവരുടെ ഓരോ ഇവന്റ്സും നടക്കുന്നത്. എനിക്ക് സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടുപേരും ജിത്തു സാറിന്റെ സിനിമ ചോദിച്ചു, 2 സിനിമയിൽ ലാരക്ടർ ഉണ്ടാവും. രണ്ടുപേരും ഭയങ്കര ക്യൂട്ടാണ്, 2 സിനിമ ഹിറ്റാണ്. അല്ല, ഞാൻ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവും, യു ആർ ടു ക്യൂട്ട് ടു ബി എ വില്ലൻ എന്നൊരു ടോക്ക് വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല, വന്നിട്ടില്ല. അത് ചിരിയിലെന്തുകൊണ്ട്. ലൈക്ക് പിന്നെ അതിന് കൂടെ തന്നെ ഞാൻ കണ്ടൊരു കാര്യം, യു ആർ എ ഹീറോ മെറ്റീരിയൽ എന്നും ഒരുപാട് പേര് ഇതിനിടയ്ക്ക് സംസാരിക്കുന്നത്. സോ ആ ഒരു ലൈക്ക് അങ്ങനെ ഒരു ടോക്ക് വരുമ്പോഴേക്കും അതിനെങ്ങനെയാണ് താങ്കൾ അപ്രോച്ച് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഈ പലതരം കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളൊരു ഉത്തരവാദിത്തം തന്നെയാണല്ലോ ഒരു ആസ് എൻ ആക്ടർ നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതൊരു മീഡിയം ആവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് അങ്ങനെ നമ്മൾ ഇന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യണം, ആസ് എൻ ലൈക്ക് ഒരു ഹീറോ ആയിട്ട് ചെയ്യണം എന്ന് ആർക്കും താല്പര്യമില്ലാത്ത ഓ ദ ജേണി. അപ്പോൾ ഇതൊരു ജേണിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് കൂട്ടുന്നത്. ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ ഒരു നേരെന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഒരു ജേണിയിൽ. അപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല, അതിപ്പോൾ സംഭവിക്കട്ടെ, ഒരു പ്രോസസ് വിശ്വസിക്കുക. ഈ നേരെ സിനിമയെക്കുറിച്ച് പറയുമ്പോഴേക്കും ആ ഒരു പ്രൊമോഷൻ ടൈമിലൊക്കെ താങ്കൾ ഒരു വെയിലിന് പിറകിലായിരുന്നു, മറവിലായിരുന്നു. പിന്നീട് മൂവി റിലീസായതിനു ശേഷം എവിടെ നോക്കിയാലും ശങ്കർ ഇസ് ദേർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂവിയിൽ മൊത്തത്തിൽ താങ്കൾ അവിടെ ഉണ്ട്, ഒരു കോടതി റൂമിൻ്റെ പിറകിലായിട്ട് അവിടെ യു ആർ ദേർ, ലൈക്ക് സ്റ്റാൻഡിങ് ഫുൾ ടൈം അവിടെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവർക്കും നടക്കാം, ഇരിക്കാം, എന്താണെങ്കിലും ചെയ്യും, പക്ഷേ താങ്കൾ അവിടെ ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ അങ്ങനെ അവിടെ ആ ഒരു പോഡിയത്തിൽ നിന്നിട്ടുണ്ടാവും? അല്ല, അത് ഭയങ്കര ഒരു ചോദ്യമാണ്. കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, ഈ കഥാപാത്രം ഇരിക്കാനുള്ള ഒരു വകുപ്പില്ല അവിടെ, വകുപ്പില്ല. അതൊരു നമ്മൾ സമയം എണ്ണിയിട്ടില്ല, പക്ഷെ ഒരു വാദപ്പെട്ട മിക്ക സമയവും നമ്മൾ ഇവിടെ തന്നെയാണ്. ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യിപ്പിക്കണം. അതിന്റെ പൊസിഷനും അത് നമ്മൾ എന്താ പറയുക, ഒരു കോടതിയാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. കഥാപാത്രത്തിന്റെ പൊസിഷൻ ആ കോടതിയിൽ എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ തന്നെ നിൽക്കണം. സാധാരണ കോടതിയിൽ ലൈക്ക് ബൈ പ്രൊഫഷൻ താങ്കളൊരു അഡ്വക്കേറ്റ് ആണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മൂവി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം
ചെറുതായിട്ട് ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നോർമലി ഇങ്ങനെ ഒരുപാട് കോടതി സെഷൻസിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രയൽ നടത്തുന്നത് കാണാനായിട്ടോ? ഞാൻ ഹൈക്കോർട്ടിലായിരുന്നു, ട്രയൽസ് കുറവായിരുന്നു. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ലൈക്ക് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കണ്ട ഏതെങ്കിലും ഒരു പ്രതിയുടെ ഒരു മാനറിസം താങ്കൾ കോപ്പി ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല, ഇതൊരു വേറൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് എന്താ പറയുക, മീഡിയ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പല റിപ്പോർട്ട്സും നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറയുന്നില്ല ഞാൻ. പക്ഷെ അത് തീർച്ചയായിട്ടും മീഡിയ അത് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പല വിഷയങ്ങളുടെയും അല്ലേ, അത് റെപ്രസെന്റേഷനാണ്. ഇതിലെ പല കഥാപാത്രങ്ങളും സമൂഹത്തിൽ നടന്ന പല ഇൻസിഡൻസിൽ ആൾക്കാരെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും അല്ല, ഇവൻറ്റ്സ് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് എടുത്ത് അങ്ങനെ ചെയ്ത അതൊരു ബയോപിക് അല്ലല്ലോ കഥാപാത്രം. അതാ പറഞ്ഞ ഈ കഥാപാത്രം ആരാണ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഈ സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ സാറിന്റെ നറേഷനും എലോബറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് അതിനൊരു ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് കൺവേ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു രീതിയിലാണ്. ദെൻ ഈ ഒരു നേരെ സിനിമ വരുമ്പോഴേക്കും കൂടുതൽ ടൈം നമ്മൾ കോർട്ട് സീനാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം നമ്മളെയൊക്കെ എൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു റിയൽ കോർട്ട് എക്സ്പീരിയൻസ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ പോകേണ്ടിയും വന്നിട്ടില്ല. ലൈക്ക് അതിനെക്കുറിച്ച് നമ്മൾ ബോധവടല്ല. പക്ഷേ സിനിമകളാണ് നമുക്ക് കൂടുതലൊരു കോടതി എങ്ങനെയാണ്, ലൈക്ക് ഇങ്ങനെയാകാം ഒരു കോടതി, അല്ലെങ്കിൽ ഇങ്ങനെയാകാം ഒരു ജഡ്ജ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്നുള്ളൊരു ഐഡിയ ഉള്ളത്. സോ നേരെ സിനിമ വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല, കുറേ മാറ്റങ്ങൾ ഈ പരിപാടിയിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോർട്ട് സീൻ ഈ നമ്മുടെ നേരിൽ കാണിച്ച കോർട്ട് അതേപോലെ തന്നെയാണോ? ഒരു പരിധി വരെ 90% ആൾക്കാർ അത്രയും ജസ്റ്റിഫൈ ചെയ്ത് കാണിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അപ്പോൾ അത് വളരെയധികം അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് അവർ ചെയ്തിട്ടുണ്ട്. ശാന്തി ചേച്ചി ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി മായാദേവി, അദ്ദേഹവും പിന്നെ ബാക്കി ഒരുപാട് പേര് ഇതിൽ സഹകരിച്ച് ലൈക്ക് അത് അത്രയും ഡീറ്റെയിലിംഗ്, അത് ഭയങ്കരമായിട്ട് അതിൽ കുറേ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് വന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കുറേ അഭിഭാഷകർ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ആസ്പദമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ. കാരണം അത് സെറ്റ് തന്നെ നമ്മൾ എടുത്തു പറയണം. ആ സെറ്റ് ചെയ്ത ബോബൻ ചേട്ടൻ, അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ അതൊരു എല്ലാ ആക്ടേഴ്സിനും അതൊരു വലിയൊരു കാര്യമല്ല, കാരണം ആ സ്പേസിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് കോടതി തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുക അല്ലേ. അപ്പോൾ അതൊരു വലിയ പങ്കാണ് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ ആ സമയത്ത് കോർട്ട് സെറ്റ് ചെയ്തപ്പോഴും അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നല്ലൊരു ചർച്ചയുണ്ട് അല്ലേ. സത്യം. കാരണം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഒരു കോടതി രീതികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ റിയാലിറ്റിയിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പല സിനിമകളിലും കോടതി ഒരു വലിയൊരു പാർട്ടാണ്. ഇപ്പോൾ കോടതിയും പോലീസും സംഭവം ലൈക്ക് പൊളിറ്റിക്സ് ഒക്കെ ഒരു മെയിൻ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരെ വരുമ്പോഴേക്കും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കോടതി ബേസ് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോഴേക്കും അതുകൊണ്ടായിരിക്കണം അത് കൂടുതൽ സംസാരം. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു 75-80% കോടതി തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡെക്കറും അതിന് വേണ്ടിയിട്ട് തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മീഡിയം നന്നായിട്ട് യൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു അല്ലേ. ശങ്കരന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടായിട്ടുണ്ടോ സാർ? നമ്മൾ ആ സമയത്ത് കഥാപാത്രമാണ്, അവിടെ മൈക്കിളാണ്, നമ്മളെ വിളിച്ചത് സിനിമയിൽ അഭിനയിക്കാനല്ല, അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. അല്ല പിന്നെ നമ്മൾ ആ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലേ. കാരണം അത് അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, ഓൾറെഡി പ്രസന്റ് ആണ്, അവരത് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണല്ലോ അവിടെ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു പേപ്പറിൽ ഒരു പെയിന്റിങ് പോലെയാണ്. ഒരു ആക്ടർ എന്ന് പറഞ്ഞ ഒരു പെയിന്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഇത് ചെയ്യാം. അപ്പോൾ ബാക്കിയും ഒരുപാട് ഘടകങ്ങൾ അതിൽ ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻപുട്സും ഇതിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സത്യം. നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുക, അത് ക്ലിയർ ആയിട്ട് പക്കയായിട്ട് ചെയ്യുക. ആൾക്കാരല്ലേ പറയുന്നത്. ഓക്കെ. ദെൻ ഈ ഒരു മൂവി ലൈക്ക് താങ്കൾ ഓരോരുത്തരുടെ, അതായത് മലയാള സിനിമയിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഒന്നിച്ചൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെയും ലൈക്ക് എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അവർ ആക്ട് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, അവരുടെ ഒരു മോഡ് ആയിക്കോട്ടെ, നേരിട്ട് ലൈവായിട്ട് കണ്ട ഒരാളാണ് താങ്കൾ. സോ ലൈവായിട്ട് കണ്ടപ്പോഴും തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും അതെങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഫോർ എക്സാമ്പിൾ ലാലേട്ടനെ അവിടെ ലൈവായിട്ട് കണ്ടു, ദെൻ തിയേറ്ററിൽ വന്നപ്പോൾ കണ്ടു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരത് പിക്ക് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഇവരുടെ ഓരോ മൈക്രോ എക്സ്പ്രഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ. നമ്മൾ മാറിയുന്ന നമ്മുടെ ഷോട്ടല്ലാത്ത സമയത്ത് ഒരുപാടധികം അല്ലെങ്കിൽ കുറേ സീൻസ് നമുക്ക് അങ്ങനെ കാണാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഓരോ സമയത്തും നമുക്കിതൊരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഇവർ ഇത് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡയലോഗ്സ് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ലാൽ സാറിൻ്റെ കാര്യം ഒബ്വിയസ്ലി ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ എന്താ പറയുക വിസ്മയിപ്പിച്ച ഒരു വലിയൊരു പ്രതിഭയാണ് അദ്ദേഹം. അപ്പോൾ അത് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്തു ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, വിജയ് മോഹൻ എന്നൊരു അഭിഭാഷകനിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് മാറുന്നതെന്നുള്ള ഒരു കൗതുകത്തോടെ നമ്മൾ കാത്തുനിന്നത്. വളരെയധികം അദ്ദേഹത്തിൻ്റെ ഒരു മൈക്രോ എക്സ്പ്രഷനുകളും അല്ലെങ്കിൽ അത് ചലനങ്ങളും ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ട് ഈ സിനിമയിൽ. എങ്ങനത്തെ ഒരു ആളായിരുന്നു, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് ഒരു വക്കീൽ കുപ്പായം ഇടുന്നത്,
അത് വളരെയധികം ആൾക്കാർ ഇപ്പോൾ പ്രശംസിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് അദ്ദേഹം ഭയങ്കര ന്യൂആൻസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഭയങ്കര അങ്ങനത്തെ ഒരു ആക്ടിങ് ആണ്. അത് വളരെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അവിടെ തിയേറ്ററിലാകുമ്പോഴും തീർച്ചയായിട്ടും ഷൂട്ട് കണ്ടപ്പോഴും. ഒന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ അതൊരു വേറെ രീതിയിൽ അതിൻ്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ മികവുകൾക്ക് ശേഷവും നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഫീലിംഗ് ആയിരുന്നു. നമുക്കത് അതൊരു ഫുൾഫില്ലിംഗ് അല്ല നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അത് തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു വേറെ രീതിയിലേക്ക് ആ ഗ്രാഫ് വേറെ തലത്തിലേക്ക് അത് പോകാം. പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മേലായിട്ടാണ് തിയേറ്ററിൽ കണ്ടത്. അല്ല, നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് അറിയാലോ ഇത്രയും വലിയൊരു സംവിധായകന്റെ സിനിമ, ഈ സിനിമയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അത് വളരെയധികം ക്ലിയർ ആയിട്ട് അത് തിരിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല സത്യം. ദെൻ ലാലേട്ടനുള്ള സിനിമകളിൽ ഒരു നെഗറ്റീവ് റോളായിട്ട് മിക്കപ്പോഴും നമ്മൾ സിദ്ദിഖ് സാറിനെ കാണാറുണ്ട്. അപ്പോൾ സിദ്ദിഖ് സാറിന്റെ ആ ഒരു ട്രാൻസിഷൻ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ഒരു എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് തന്നെ വിളിക്കേണ്ട ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും ഈ വർഷം ഇറങ്ങുന്ന ഇത്ര സിനിമകളും ഓരോ സിനിമകളും വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വലിയൊരു എന്താ പറയുക ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഉണ്ടോ, ലാൽ സാറും സിദ്ദിഖ് സാർ, ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ, ഗണേഷ് കുമാർ സാർ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ദിഖ് എങ്ങനെയാണ് അദ്ദേഹം ഈ കഥാപാത്രത്തിന് അങ്ങനെ ഈ ഒരു കഥാപാത്രത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളത്. കാരണം വേറൊരു ജേണിയാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്. അപ്പൊ അത് ഭയങ്കര നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാ ദിവസവും എനിക്കൊന്ന് മിക്ക ദിവസവും ഒരു ക്ലാപ്പടി ഉണ്ടാവും ഇദ്ദേഹത്തിന്റെ ഇവരുടെ ഒരു സീക്വൻസ് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും ചുറ്റും ഒരു ക്ലാപ്പടി. കാരണം നമുക്കത് ഭയങ്കര ഒരു ആവേശമാണ് ഇവരുടെ പെർഫോമൻസ് മാറിയെന്ന് കാണുമ്പോൾ. അല്ലാതെ ടി വിയിൽ കാണുമ്പോൾ അല്ലാതെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്ട് ആയിരുന്നു അത്. തീർച്ചയായിട്ടും അത് നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് ഒരുപാടധികം അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് നോക്കി നിന്ന് ഒരുപാടധികം ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇവരെ പറ്റി. അപ്പോൾ ഇവരുടെ ചോദിക്കാൻ പറ്റില്ല. ഇവർ നമുക്ക് പറയുന്ന ഓരോ ഇൻപുട്സും അതൊക്കെ നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് ഭയങ്കര ഒരു വാല്യുബിൾ ഒരു ട്രഷർ തന്നെയാണ്. ഇവർ ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടനും സിദ്ദിഖ് സാറും ഒക്കെ? ലാൽ സാറാ കൂടുതൽ ജഗദീഷേന്റെ കൂടെയായിരുന്നു. നമ്മുടെ രംഗങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ നടന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ കൂടുതൽ ഇവരുടെ പഴയ ജേണിയും അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രോസസ് പിന്നെ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ജഗദീഷ് സാറിൻ്റെ കൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരുപാട് ഒരു മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗം സിനിമകളിലും അല്ലെങ്കിൽ സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസും അല്ല അത്രയ്ക്ക് വലിയൊരു ടാലന്റ് ആണല്ലോ അദ്ദേഹം. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു ഭയങ്കര ഒരു മെമ്മറബിൾ ആണ്, ചെറിഷബിൾ ആണ് ഭയങ്കരമായിട്ട്. പിന്നെ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നപ്പോൾ ജഗദീഷിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ട്രാൻസിഷൻ പ്ലസ് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇൻപുട്ടുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? നമുക്ക് അദ്ദേഹം വളരെയധികം എന്താ പറയുക നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മുടെ ഒരു സീൻ കഴിയുമ്പോൾ അദ്ദേഹം അത് പറയും, അതപ്പോൾ തന്നെ എക്സ്പ്രസ് ചെയ്ത് പറയും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരവുണ്ട്, എന്താണ് അത് കൊള്ളാവോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ തിരുത്തും, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് ക്ലിയർ ആയിട്ടൊരു എന്താ പറയുക ഒരു നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്നെയാണല്ലോ ഈ ഒരു അഭിനയം എന്ന് പറയുന്നത്. അതിനെ ഭയങ്കരമായിട്ട് ആ ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതിനും കൂടി റിഫൈൻഡ് ആക്കാൻ, എനിക്കിത് റിഫൈൻഡ് ആക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജഗദീഷ് ചേട്ടന്റെ സിനിമാ പ്രേമം ഇപ്പോൾ ഒരുപാട് ഭീകരമായിട്ട് സംസാരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ താങ്കളും ഇടയ്ക്ക് ജഗദീഷിന് സജഷൻസ് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മളും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ സംസാരിക്കണം. നമ്മളിങ്ങനെ എല്ലാവരും നമ്മുടെ ഇടയിൽ നമ്മുടെ സർക്കിളൊക്കെ നമ്മൾ സംസാരിക്കണം. നമ്മളിങ്ങനെ കണ്ട സിനിമയെ കുറിച്ച് നമ്മൾ പറയും. നമ്മളാരും ഇപ്പം നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആരും കാണാൻ സാധ്യതയില്ലാത്തൊരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോയി ഇങ്ങനെ പറയുമല്ലോ ഇന്ന സിനിമ കണ്ടു. ഇദ്ദേഹം അത് ഭയങ്കര കീനായിട്ട് ഇതിങ്ങനെ കേൾക്കുന്നു, പരിപാടി കേൾക്കുന്നു. അതായത് കുറച്ചായിട്ട് നമ്മൾ അതിലങ്ങനെ അല്ല ആക്ച്വലി ഇദ്ദേഹം എല്ലാം കാണുന്നു. കാരണം എനിക്ക് OTT വരുന്ന സിനിമകളായാലും തിയേറ്ററിലെ എല്ലാ സിനിമകളും ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം തിയേറ്ററിൽ പോയി കാണും. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിലയിരുത്തലും അതൊക്കെ നമ്മുടെ അടുത്ത് അവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും. ഒരു എന്താ പറയുക അതൊരു വലിയ ഫാക്ടറാണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു സ്റ്റുഡന്റ് പോലെ തന്നെ ഒരു പുതിയ ഒരാളുടെ എക്സൈറ്റ്മെന്റിലാണ് അദ്ദേഹം എല്ലാം കാണുന്നത്. ഈ സമയം ഓരോ സമയം കഴിയുന്നതോറും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ചേഞ്ചസ് കൊണ്ടുവരിക, പുതിയ എന്തൊക്കെയാണ് പുതിയ ആക്ടേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ പുതിയ ടെക്നീഷ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടൊരു തീരുമാനമുള്ള അല്ലെങ്കിൽ ഒരു നിലപാടുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു മൂവിയിൽ പിന്നെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കേട്ടതും എന്താ പറയുക ഒരുപാട് പേര് പറഞ്ഞതും അനശ്വരയുടെ പെർഫോമൻസ്. പക്ഷേ സത്യം പറഞ്ഞ മൂവി കണ്ട ആളുകൾക്ക് അതറിയാം. ഭയങ്കരമായിട്ട് നമ്മൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വല്ലാണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സിനിമ കൊണ്ടുവന്ന് എൻഡ് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും എന്താ പറയുക ഈ നമ്മൾ മനസ്സ് തുറപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. സോ ഹൗ വാസ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അനശ്വരയുടെ ഒരു പെർഫോമൻസ് ഒക്കെ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ? അല്ല, ഇതൊരു സോൾ ഓഫ് ദിസ് ഫിലിം എന്താ പറയുക ഈ കഥാപാത്രം ആണ്. ഈ സാറ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിൻ്റെ വലിയൊരു ഗ്രാഫ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും അനശ്വര എന്നൊരു ആക്ട്രസ് എങ്ങനെയാണ് ഇത് സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു നമുക്കിത് വായിക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ്. പുള്ളിക്കാരെ അത്രയ്ക്കും ഭയങ്കരമായിട്ട് വെൽ സ്റ്റഡീഡ് ആൻഡ് പ്രിപ്പയർ ചെയ്ത് വളരെയധികം എന്താ പറയുക അതിന് വേണ്ടി അദ്ദേഹം ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ ലൊക്കേഷനിൽ വരുന്നത് തന്നെ. അപ്പോൾ അത് ക്യാരക്ടർ സസ്റ്റെയിൻ ചെയ്ത് അത് ത്രൂ ഔട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു
ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് പെർഫോമൻസ് നേരിട്ട് കാണാൻ. എനിക്ക് മുമ്പിൽ സാറയായിരുന്നു, അവിടെ അനശ്വരെ കണ്ടില്ല. അതെ, സാറായിരുന്നു ഫുൾ. പിന്നെ അതിനുശേഷം ഈ ഒരു താങ്കളുടെ പേര് ശങ്കർ ഇന്ദുചൂടൻ എന്നുള്ളത് ലാലേട്ടൻ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്ദുചൂടൻ എന്ന് വിളിക്കായിരുന്നു എന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇന്ദുചൂടൻ വിളിക്കുന്നത്. ലൈക്ക് നമ്മള് നരസിംഹം സിനിമയിൽ കണ്ടതാണ്. അപ്പോൾ മാത്രമല്ല അവിടെ ലൈക്ക് ലാലേട്ടന്റെ അച്ഛൻ ക്യാരക്ടർ തിലകൻ സാർ എന്താ പറയാ ഒരു പ്രതിയായിട്ട് കോടതിയിൽ വരുന്നു. അവർ രക്ഷിക്കാനായിട്ടാണ് നമ്മുടെ മമ്മൂക്ക മാരരായിട്ട് അതെ നന്ദകുമാർ മാരരായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ലൈക്ക് ഇന്ദുചൂടൻ എന്ന പേര് വരുന്നവരെല്ലാം മറ്റേ കോടതിയിൽ കയറണം എന്നൊരു മൂഡ് അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായോ? അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ. പക്ഷേ ഈ കഥാപാത്രത്തിന്റെ തീർച്ചയായിട്ടും ആ ഒരു പേര് ഭയങ്കര അധികം മലയാളികൾ സ്വീകരിച്ചൊരു പേരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് അല്ലേ, വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. എനിക്ക് മമ്മൂട്ടി സാറിന്റെയും അതിൽ അഭിനയത്തിന് എടുത്ത് പറയണം. എനിക്ക് കാണാപ്പാടായിരുന്നു. എനിക്ക് ആ ചെറിയ കാലം തൊട്ട് നന്ദഗോപാൽമാരാർ വന്നിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതെനിക്കൊരു ഭയങ്കര എന്താ പറയുക, നമുക്ക് അതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് അത്രയ്ക്ക് ആ കഥാപാത്രത്തിനോട് ഇഷ്ടപ്പെടാം. ലാൽ സാറിന്റെ ഒബ്വിയസ്ലി നമ്മളൊരു ഹാർഡ് കോർ ഫാൻസ് ആണ് ഇവർ രണ്ടുപേരുടെ. അപ്പോൾ നമുക്ക് ആ ഒരു അതല്ല ഒരു ആക്ടറിന്റെ ഒരു മാജിക്, ഒരു ചെറിയ സ്പേസിൽ അദ്ദേഹം ഭയങ്കര ഇമ്പാക്ട് അല്ല ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ആ വോയിസ് മോഡുലേഷനും അല്ലെങ്കിൽ ആ ഒരു വക്കീൽ, അത് വേറൊരു രീതിയിലുള്ളൊരു സംഭവമാണ്. ആ കഥ കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതിന്റെ ഇമ്പാക്ട് ഇപ്പോഴും ടി വിയിൽ വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സിനിമയിൽ ഒന്നാണ്. അത് മാത്രമല്ല നമ്മൾ മലയാള സിനിമയിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമിയോ റോൾ പിന്നെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊരു ചോദ്യമാണ്. അല്ല, അതാ പറഞ്ഞത്, വലിയൊരു കാര്യമല്ല ഇത്രയും ചെറിയ സ്പേസിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരു ആക്ടറിന് പറ്റാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു എന്താ പറയുക പെർഫോമർ എന്ന് പറഞ്ഞത്. അപ്പോൾ ശങ്കർ ഇന്ദുചൂടൻ താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ്. തീർച്ചയായിട്ടും മാരാർ താങ്കൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ആസ് എൻ അഡ്വക്കേറ്റ് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു കഥാപാത്രം തന്നെയാണ് നന്ദഗോപാൽ മാരാർ. ഓക്കെ, ഭയങ്കര അധികം അല്ല, അതൊരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കഥാപാത്രം വരുന്നത്. അദ്ദേഹം അങ്ങനെയാണല്ലോ അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യുന്നത്. ആ നേരിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ഈവൻ ദോ സൗഹൃദത്തിന് വേണ്ടിയിട്ട് ആ കഥാപാത്രം വരുന്നെങ്കിലും നമുക്ക് എന്താ പറയുക മലയാള സിനിമയിൽ അങ്ങനെ ഏറ്റവും എന്താ പറയുക ഇത്രയും ഫയറി ആയിട്ടുള്ളൊരു വക്കീലന്മാരുടെ റോളുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് നന്ദഗോപാൽ മാരാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാസ്ക് ആയിട്ടെ, ആ ഡയലോഗ് പറയാനാണ് മമ്മൂട്ടി സാറിന്റെ. അറിയാമോ ഡയലോഗ്? അറിയാമോ? ഞാൻ ഇത് ചെയ്യുന്നില്ല, മിമിക് ചെയ്യുന്നില്ല, ഡയലോഗ് ആണെങ്കിൽ പറയാം. കാണാൻ പഠിച്ചിട്ടുണ്ട്? എനിക്കറിയാം, അത് ഒരുമാതിരി. ഓ മൈ ഗോഡ്, ഞാൻ ഡയലോഗ് ഒക്കെ എടുത്ത് ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. അതാണോ? അല്ല, മറ്റേ കോടതിയിലുള്ള ആ ഒരു സീൻ. അതാ അതിന്റെ തുടക്കം അങ്ങനെ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്, സൂര്യൻ ആ കരുത്ത മറിയിൽ നിന്ന് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, ഷാൽ ഐ റിമൈൻഡ് യു ഓഫ് സംതിങ്? ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് an officer. I pity you for the dirty games that you have played in this case, that of a manipulator. A police officer is supposed to be a watchdog of justice and the servant of society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-bearing citizen and an ex-judicial officer who always gave predominant consideration to his office than any personal relationship or any personal bondages. By incriminating such a tiresome, disloyal soul, you have proved that you are a total shame to the entire police force of the country. That's all. മോനെ, ഇവർ രണ്ടുപേരും വലിയ ആരാധകരാണ്. ലാൽ സാറിന്റെ ആയാലും മമ്മൂട്ടി സാറിന്റെ ആയാലും. ഇത് ഒരുപാട് നാളായി പഠിച്ചു വെച്ചിട്ട്. അല്ല, പഠിച്ചു വെക്കണല്ലോ നമ്മള്. ഗ്രേറ്റ് മാൻ, യുവർ പൊളി ഓഫ് ദി ഇന്ത്യ. സോ ആക്ച്വലി ഈ മാരാരുടെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ്, പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ഒരു വക്കീൽ പ്രൊഫഷനിലുള്ള ഒരുപാട് പേരുടെ ലൈക്ക് അവരൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആസ് എൻ അഡ്വക്കേറ്റ് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഐ ഹാവ് ടു ബി ലൈക്ക് ദിസ് ഇൻ കോർട്ട് എന്നുള്ളത്? അല്ല, നമുക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ അത് പോസിബിൾ പരിപാടിയൊന്നും അല്ല. അവിടെ പോയി പരിപാടി നടക്കില്ല. അതിൻ്റെതായ ഒരു ഡെക്കറും സ്പേസ് ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ആസ് എന്താ പറയുക ഒരു സോഷ്യൽ ബീങ് എന്ന രീതിയിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ഇൻജസ്റ്റിസോ അങ്ങനെ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമുക്ക് അത്രയും ആൻസറബിൾ ആയിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റണേ ഒരാഗ്രഹം എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. ചില സമയത്ത് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വക്കീൽ എന്ന് പറയുമ്പോഴേക്കും ഹീസ് ഓൾസോ ഹ്യൂമൻ ബീങ്, ഷീസ് ഓൾസോ ഹ്യൂമൻ ബീങ്. അപ്പോൾ ഇമോഷണൽ ലൈക്ക് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ല കോടതിയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ, സ്കോപ്പ് ഉണ്ടോ? അതുണ്ടാവും തീർച്ചയായും. അപ്പോൾ ജഡ്ജ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അല്ല, ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഡെക്കോർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഈ സിനിമയിൽ കാണുന്ന രംഗങ്ങൾ അല്ലെങ്കിൽ നമ്മളധികം കാണുന്ന രംഗങ്ങൾ പലതും അങ്ങനെ കോടതിയിൽ പോസിബിൾ അല്ല. എനിക്ക് നമ്മുടെ പടത്തിൽ ഒരു പരിധി വരെ അത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ കാണാം. കോടതി എക്സ്പീരിയൻസ് വേണം തീർച്ചയായിട്ടും. അത് ഭയങ്കരമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആയിരിക്കും നേര്. സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി അത്രയും നേരിട്ട് കാണാം. പിന്നെ ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ജഡ്ജി പൊളിയാണ് കേട്ടോ, വേറെ ലെവൽ. തീർച്ചയായിട്ടും. അതെ,
ഭയങ്കര എന്താ പറയുക, അദ്ദേഹം വളരെയധികം അതിൻ്റെ ചെറിയ ന്യൂവാൻസസും അല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹം ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് എടുത്ത് കാണിച്ചേക്കണം. ഭയങ്കര എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കര ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു, അദ്ദേഹം ഒരുപാട് തമിഴ് സിനിമകളിൽ വില്ലനായിട്ടും അല്ലെങ്കിൽ വലിയ കഥാപാത്രമൊക്കെ ചെയ്ത വലിയ അറിയുന്നൊരു ആക്ടറാണ്. ഇപ്പം ആനിമലിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം. രൺബീർ കപൂറിന്റെ ആനിമലില് രശ്മിക മന്ദനയുടെ അച്ഛനായിട്ടൊക്കെ വന്ന് ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരുപാടധികം തമിഴിലും വിജയുടെയും എല്ലാവരുടെ ഒക്കെ സിനിമയിൽ വലിയ പ്രധാന കഥാപാത്രമൊക്കെ ചെയ്ത ആക്ടറാണ്. അപ്പൊ ഗംഭീരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളി ജഡ്ജിയായിട്ട് തന്നെ കാണാൻ സാറോദാ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു സാറിന്റെ അടുത്ത്, ഇത് ശരിക്കും നിങ്ങൾ ജഡ്ജിയെ കൊണ്ട് അഭിനയിപ്പിച്ചതാണോ? പിന്നെ നമ്മുടെ രക്ഷാധികാരി ബൈജു നമ്മുടെ ഡെബ്യൂട്ട് ഫിലിം ആയിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം തിയേറ്ററിൽ ഒരുപാട് പേര് മിസ് ഔട്ട് ചെയ്തൊരു പടമാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് പേര് കണ്ടിട്ട് ഈ പടം തിയേറ്ററിൽ പോയി കണ്ടില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണലി കുറച്ച് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂവി എന്ന് പറയുന്നത് ലൈക്ക് ശങ്കറിൻ്റെ കരിയറിൽ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ്. അല്ല, ഭയങ്കര ഒരു എന്താ പറയുക, അത് ഇപ്പോഴും എനിക്കൊന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. കാരണം ആൾക്കാരുടെ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ അവരുടെ ഒരു പഴയകാല ഗ്രാമവും അല്ലെങ്കിൽ കൂട്ടുകൂടി നിൽക്കുന്ന ഒരു കളിയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടം ക്രിക്കറ്റ്, അത് തന്നെ. നമ്മളൊരു മരത്തിന്റെ അടിയിൽ എല്ലാവരും മരം തന്നെ സ്റ്റെമ്പാണ് വിശ്വസിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളും ഒരു പരിധിവരെ നമ്മുടെ ജനറേഷന്റെ കുറച്ച് നമ്മളത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴാണ് കൂടുതൽ ടർഫും പരിപാടിയും. അതിന്റെ ഒരു എന്താ പറയുക, ആ സിനിമയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നൊരു മാറ്റം സിനിമയിൽ വളരെയധികം കാണിക്കുന്നുണ്ട്. ആ സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ളത് ഇപ്പോഴത്തെ ഒരു ചേഞ്ച് ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാൻ അങ്ങനത്തെ ഒരു പറമ്പില്ല, ഒരിടവില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാരെ ടച്ച് ചെയ്തൊരു സബ്ജക്റ്റും അല്ലെങ്കിൽ ഇതൊരു ആശയമാണ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു വിഷയം. അത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസും നല്ല ഇത്രയും വലിയൊരു സംവിധായകൻ, അത് എഴുത്തുകാരൻ സംവിധായകൻ രഞ്ജൻ സാറും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ അർജുൻ ടോണി, അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു വലിയൊരു ഭാഗ്യമാണ് ആ ഒരു സിനിമയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. ഇപ്പോഴും ഒരു ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഫിലിം ഗ്രൂപ്പ്സിലും ആ സിനിമയെ പറ്റിയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് അവരവരുടെ ഗ്രാമത്തിലൊരു ബൈജേട്ടനോ നമ്മുടെ ഒരു ഹരിക്കുമ്പളം പോലെ എന്തെങ്കിലും ക്രിക്കറ്റിൽ ചെറിയ റെപ്രസെന്റേഷൻ ഒക്കെ വരുത്തിയൊരു പയ്യനുണ്ടാവുമല്ലോ, കയറിപ്പോവും നമ്മൾ പ്രതീക്ഷിച്ച IPL ആവും അല്ലെങ്കിൽ ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കും എന്നൊക്കെ വിചാരിക്കുന്ന പോയവരും ഉണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ റെപ്രസെന്റേഷൻ. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും അതിൽ ഓരോ കഥാപാത്രങ്ങളും ഭയങ്കര അധികം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഗ്രാമം തൊട്ട് സിറ്റിയിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു വലിയ ഒരു സ്വപ്നമായിരുന്നു, അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത് എപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടാന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമുള്ള ആസ് ആൻ ആക്ടർ. അതെ അതെ, ആ കുമ്പളം ബ്രദേഴ്സ് പോലെ ഒരു സ്ക്വാഡ്, ഒരു ഗ്യാങ് ഒക്കെ നമുക്കുണ്ടല്ലോ. എവിടെ പോലും നമ്മൾ അങ്ങനത്തെ ഒരു നമ്മൾ ക്രിക്കറ്റ് കളി അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എവിടെ പോകുമ്പോഴും നമ്മളൊരു സൗഹൃദം. പക്ഷെ നമുക്കിപ്പോൾ സ്പേസ് ഇല്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത്ര പൈസ കൊടുത്തിട്ട് ഈ ടർഫിൽ പോയി കളിക്കുക, ആ ഒരു സമയമാകുമ്പോൾ ഇപ്പം തടി ഉറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഷെട്ട് കളി, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ നമുക്ക് ആ ഒരു സംഭവം ഇല്ല. നമ്മൾ അവിടെ പോയി ഇന്ററാക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നമ്മൾ അത്ര ഫ്രീ ആണല്ലോ, നമ്മളൊരു സ്പേസ് ആണ് അല്ലേ, നമ്മളൊരു ഏരിയ ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ആ രക്ഷാധികാരി ബൈജുവിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യം, ബിജുചേട്ടൻ ആക്ച്വലി ഒരു ക്രിക്കറ്റ് പ്ലെയർ അല്ലേ പുള്ളി. പക്ഷെ എന്നിട്ട് ഈ ഇതിൽ വരുമ്പോഴേക്കും ബൈജുവിന് ക്രിക്കറ്റിന്റെ ABCD അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം അറിയത്തില്ല എന്ന് ആളുകളെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഭയങ്കര അധികം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ബൈജു എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇപ്പം എൻ്റെ അടുത്ത് വിളിച്ച ആൾക്കാരും പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്കൊരു ബൈജു ഏട്ടനുണ്ടെന്ന് പറഞ്ഞു, ഇന്ന ആളാണ് ഞങ്ങളുടെ ബൈജു ഏട്ടൻ. എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ഇവരെക്കാളും പ്രായം മൂത്ത ഒരാളായിരിക്കാം, പക്ഷെ എന്നാൽ എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു സ്വാധീനവും അല്ലെങ്കിൽ ഒരു വോയിസ് ഉള്ളൊരു കക്ഷിയായിരിക്കാം. പക്ഷെ ചില സമയത്ത് ഇതേപോലെ ചിലപ്പോൾ കളിക്കുന്നുണ്ടാവില്ല അദ്ദേഹം കാര്യമായിട്ട്. പക്ഷെ എല്ലാവരുടെയും എന്താ പറയുക, എല്ലാവരും എടുത്ത് നോക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹമായിരിക്കാം. അപ്പോൾ അത് ഭയങ്കര ഒരു ബ്രില്യൻ പെർഫോമറാണല്ലോ അദ്ദേഹം. എടുത്ത് പറയേണ്ട കാര്യമില്ല. അത്രയും അമേസിങ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തൊരു നടനാണ്. ഭയങ്കര എന്താ പറയുക. സോ അങ്ങനെ ഒരു ബൈജുചേട്ടൻ നിങ്ങളുടെയൊക്കെ ഒരു ലൈക്ക് ആ ഒരു ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ടാഗ് ചെയ്തേ കേട്ടോ. ഓക്കെ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്കൾ എന്താ പറയുക, നോർമലി നിൽക്കുന്നൊരു പൊസിഷനിൽ നിന്ന് മാറിയാണ് ഈ ഒരു മൂവിയിൽ മൊത്തത്തിൽ ലൈക്ക് ഒരു പ്രതികൂട്ടിലാണ് താങ്കൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൊളീഗ്സ് ഒരുപാട് പേര് കാണുമല്ലോ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ജൂനിയേഴ്സ് സീനിയേഴ്സ്, അങ്ങനെ അവരൊക്കെ എന്താ പറഞ്ഞത്? നീ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ്സ് എല്ലാം പാസ്സാക്കിയോ? അല്ല, തീർച്ചയായിട്ടും ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ പറഞ്ഞത് സിനിമ അത് ബാധിക്കും. ഓക്കെ, നല്ല രീതിയിലാണ് അവർ. പക്ഷേ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെന്റ് എന്ന രീതിയിലാണ് പറയുന്നത്. ഈ സിനിമാസിൻ ലൈക്ക് നമ്മൾ ടോട്ടാലിറ്റി ആണല്ലോ നോക്കുന്നത്. ഇപ്പോൾ ഇത്രയും നല്ലൊരു സിനിമയിൽ അല്ലേ, ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കഥാപാത്രത്തിൻ്റെ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ഒരു ജേണി ഉണ്ട്. ഈ മൈക്കിൾ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു ട്രാവൽ ഉണ്ട്. തുടക്കം തൊട്ടേ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം യാത്ര ചെയ്യുന്നുണ്ട് പല ഇമോഷനിലൂടെ. അല്ലെങ്കിൽ ഓരോ ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷം നൽകിയ ഒരു സിനിമയായിരുന്നു. ലൈക്ക് ഇതൊരു നല്ലൊരു സിനിമയല്ലേ, അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക, നമുക്കൊരു ശക്തമായിട്ടുള്ളൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ കഴിയുക, അതല്ല
അപ്പോൾ അത് ഭയങ്കരധികം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരുപാടധികം അഭിഭാഷകരിൽ ഒരുപാട് പേര് കണ്ട് നല്ല റെസ്പോൺസാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. അവർക്കും ഒരു നല്ലൊരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് തോന്നി ഈ സിനിമ. അത് ഭയങ്കര സന്തോഷമല്ല. ഇപ്പോൾ ഞാൻ ആക്ച്വലി പേഴ്സണലി സീരീസുകൾ ഒരുപാട് കാണുന്നൊരു മനുഷ്യനാണ്. വെബ് സീരീസുകൾ ലൈക്ക് നെറ്റ്ഫ്ലിക്സിൽ സീരീസുകൾ കൂടുതൽ കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ലൈക്ക് ഒരു കോയിൻസിഡൻസ് ആണോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ ആക്ച്വലി ഒരു അമേരിക്കൻ സീരീസ് കണ്ടിട്ടിരിക്കുക, ഹൗ ടു ഗെറ്റ് അവേ വിത്ത് മർഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ്. അതൊരു കോർട്ട്, കുറച്ച് അഡ്വക്കേറ്റ്സ്, കുറച്ച് കേസ് ഡീൽ ചെയ്യുന്നത്, ഒരു മർഡർ കേസ് വരുന്നു, ദെൻ അതിൽ നിന്ന് എങ്ങനെ നൈസായിട്ട് ലൈക്ക് ഉരുപ്പോരാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കേസും കോർട്ടുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, സീരീസ് എന്ന് പറയുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കുറേ നാളുകളായിട്ട് ഞാൻ ആ ഒരു കോർട്ട്, അഡ്വക്കേറ്റ്, ലൈക്ക് അവർ കേസ് വാദിക്കുന്നത്, ലൈക്ക് ഒരു പ്രതി, അങ്ങനെയുള്ള മോഡിൽ പോകുമ്പോഴാണ് ഈ നേരെ മൂവി വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ലൈക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഓക്കെ ഇത് കാരണം വക്കീൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ചൂസ് ചെയ്യാൻ പറ്റുന്ന, ലോ പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലോ, ഇതിന് സൈഡായിട്ട് ഒരു അഡ്വക്കേറ്റൊക്കെ ആയാലോ, അതെ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ നേര് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴേക്കും ഞാൻ എടുത്തു, എന്തുകൊണ്ടത് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളത്. ലൈക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളോട് എന്തായിരിക്കും ശങ്കറിന് പറഞ്ഞു കൊടുക്കുക? തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ തോന്നുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. അങ്ങനെ ആൾക്കാർക്ക് തോന്നുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു കോസിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് അതിന് കൂടെ നിൽക്കാന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പിള്ളേരൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് ജൂനിയേഴ്സ് ആയിട്ടുള്ള അറിയണവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് തന്നെ ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ സിനിമ. അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ കഥാപാത്രത്തെ കുറിച്ച് എടുത്തു പറയണം, വളരെയധികം ഭംഗിയായിട്ടാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല സിനിമയെ ആ സ്പേസിന് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സ്പേസ് എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് നടക്കുക, അത് ചിലപ്പോൾ ചിലർക്കൊരു ലേണിംഗ് ആയിരിക്കാം അല്ലേ. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിലിംഗ് അത് വളരെയധികം ഉണ്ട്. അത് വളരെയധികം ഡീറ്റെയിലിംഗ്സ് ആയിരുന്നു നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ആൾക്കാരെ ആൾക്കാർ കണ്ടത് അനുഭവിക്കട്ടെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വാധീനിക്കും തീർച്ചയായിട്ടും. ഓർദിയസിന് ഈ സിനിമ കുറേ അധികം ചർച്ച ചെയ്യുമ്പോൾ പിന്നെയും അതിൻ്റെ ഒരു റീച്ചബിലിറ്റി മാറും. അപ്പോൾ നല്ലൊരു കാര്യമല്ല അത്. അതെ അതെ അതെ. 2023 ഏകദേശം എൻഡായി, അല്ലെങ്കിൽ നമ്മൾ 24ലേക്ക് ഇത് എൻ്റർ ആവുന്നു. സോ ഈ 2023 എന്നുള്ളൊരു വർഷം താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു വർഷമായിരുന്നു. ഒരുപാടധികം പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ജേണി ഉണ്ടല്ലോ, ഇപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞൊരു വർഷമായിരുന്നു. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ നല്ലൊരു രീതിയിലല്ലേ ഇത് അവസാനിച്ചിരിക്കുന്നത്. അവസാനമല്ല എൻഡ് ചെയ്തായിരിക്കുന്നത്. നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയർ അല്ല ഞാൻ പറഞ്ഞ ഈ വർഷം കഴിയുമല്ലോ. ഇപ്പോൾ നമുക്ക് ഇതൊരു വലിയൊരു എന്താ പറയുക ഒരു ഫുൾഫില്ലിംഗ് ആണ്. നമ്മുടെ ഒരു ഡ്രീം, വലിയൊരു സ്വപ്നത്തിൻ്റെ ഒരു അല്ല, നമ്മൾ ഇത്ര നാൾ നമ്മൾ ഇതിനു വേണ്ടി നടന്ന് അല്ല, അതൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു വലിയൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തക്കമുള്ളൊരു വർഷമാണ്. അപ്പോൾ നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്നൊരു വലിയൊരു സ്വപ്നം നടന്നൊരു വർഷമാണ്. അപ്പോൾ നല്ലൊരു മെമ്മറബിൾ ഇയർ ആണ്. ഒരുപാടധികം എന്താ പറയുക നമ്മുടെ ഈ ജേണി നമുക്ക് എന്താ പറയുക നല്ലൊരു രീതിയിലാണിത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. 2023 നിന്ന് 24ലേക്ക് താങ്കൾ കൂടെ കൊണ്ടുവന്നൊരു കാര്യം എന്താണ്? ഇതേപോലത്തെ നല്ല സിനിമകൾ ചെയ്യാം, നല്ല കഥാപാത്രങ്ങളായി അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുക അല്ലേ, നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ അധികം ആഗ്രഹിച്ച ഫിലിം മേക്കേഴ്സ്, ടെക്നീഷ്യൻസ്, ലെജൻഡറി മേക്കേഴ്സിന്റെ കൂടെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കത് നമ്മൾ നല്ല ആസ് എൻ ആക്ടർ നമ്മൾ ഇത്രയും കൂടി റിഫൈൻഡ് ആവുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്. നല്ല സിനിമ മേക്കേഴ്സ്, നല്ല ഫിലിം മേക്കേഴ്സ് ഒരുപാടധികം പേരുണ്ടല്ലോ. നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇവരുടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഇന്ന ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ആൾക്കാരുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക ഫുൾഫില്ലിംഗ് ആണ്. സത്യം. ലൈക്ക് ഇനി അങ്ങനെ എനിക്ക് ഇന്ന ആളോട് വർക്ക് ചെയ്താൽ കൊള്ളാം അങ്ങനെ അല്ല, നമ്മളതിങ്ങനെ പുറത്ത് പറഞ്ഞു നടക്കാൻ പാടില്ല. നമ്മളിങ്ങനെ സംഭവിച്ചിട്ട് ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോൾ അന്ന് പറഞ്ഞ ഒരാളായി ഓരോന്നായിട്ട് നമുക്ക് പറ്റട്ടെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റട്ടെ. ലൈക്ക് ഐ വിഷ് ദ സെയിം. എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ആയിട്ടുണ്ട്. രക്ഷാധികാരി ബൈജുവിൽ ഹരി IPL കളിച്ചിട്ട് വന്നിട്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച് നടത്തുന്നുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു എല്ലാവരുടെയും, ഇപ്പോൾ ലൈക്ക് ശങ്കർ ബ്രോയുടെ മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാ ആളുകളുടെയും മനസ്സിലുള്ളൊരു പോയിൻ്റാണിത്. അതിപ്പോൾ ഒരു സ്റ്റേജിൽ കയറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ എത്തിപ്പെടാനായിട്ട് എനിക്ക് ഒരുപാട് പേരോട് ലൈക്ക് ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. ലൈക്ക് അങ്ങനത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച് താങ്കൾ നടത്തുന്നത് ഏത് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും? അല്ല, അത് ഓരോ ദിവസവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണമല്ലോ. അങ്ങനെ ഇന്ന ലെവലിൽ എത്തിക്കാനായിട്ടല്ല, നമ്മൾ ഓരോ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്കത് എന്താ പറയുക നമ്മൾ ആ പൊസിഷൻ എന്തെങ്കിലും നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ഒരുപാട് പേരുണ്ട്. കാരണം ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും ജേണി ഒരു കൂട്ടം ആൾക്കാരുടെ ഒപ്പമാണ്. സിനിമയിലായാലും ജീവിതത്തിലല്ലാതെ ഫാമിലിയുടെ ഒപ്പമല്ല. അപ്പോൾ ഒരുപാട് പേരുടെ അല്ല ഒരിക്കലും ആ ഒരു എന്താ പറയുക ഒരു ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ അങ്ങനെ അത്രയ്ക്കും അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്താൻ പാടില്ല എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും അല്ലേ അത് മനസ്സിൽ വെക്കണം. അങ്ങനെ ഒരു ജേർണിയിൽ നമുക്ക് പങ്കുണ്ടായിരുന്ന ആൾക്കാർ, നമ്മളെ സ്വാധീനിച്ച ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അല്ല ഒരുപാട് പേരുണ്ട് പേഴ്സണലായിട്ട്. അപ്പോൾ നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞ പ്രശ്നം മറ്റേ ബൈജു അല്ല ഹരിക്കുമ്പളത്തിന് ബൈജു കുമ്പളവും കുറച്ച് ഫ്രണ്ട്സും പരിപാടിയൊക്കെ അല്ല. അപ്പോൾ നമ്മളത് അവൻ്റെ ലോകം അതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ വേറിട്ട് കുറേ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. നമ്മളെടുത്ത് പറയുന്ന അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ ഡേ ബൈ ഡേ ഒരുപാട് പേര് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അവരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നും മനസ്സിനകത്തുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും അത് എപ്പോഴും നിലനിർത്തുക അല്ലേ, ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉള്ളിൽ തന്നെ വെക്കുക. തീർച്ചയായിട്ടും അത് പോവാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കട്ടെ. ഒരുപാട് സന്തോഷം ബ്രോ. എല്ലാവരും എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. ലൈക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുമോ? ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതല്ല നിങ്ങളുടെ ഒരു വിജയം. ഞാൻ മനസ്സ് തുറന്നു വിശ്വസിക്കുന്നു എത്രത്തോളം, കാരണം സിനിമ അധികം റിവീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പരിധി വരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എപ്പോഴും മൂവി റിവീൽ ചെയ്യരുത് പിടിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം കാണട്ടെ, അത് കാണുന്നവർ അത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അല്ല നമ്മളിവിടെ കഥ പറഞ്ഞു നടന്നിട്ട് ആൾക്കാർ അങ്ങനെയല്ല. തിയേറ്ററിൽ പോയി ആ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഇരുണ്ട മുറിയിൽ 2-2.5 മണിക്കൂർ ഇരുന്ന് ആൾക്കാർ എടുത്ത് വെച്ച ആ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു മേക്കേഴ്സിനോടും അത് ടെക്നീഷ്യൻ അല്ലെ ക്യാമറ ചെയ്തേക്കുന്ന ആർട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ ഒരു കളക്റ്റീവ് ഒരു ഇതാണല്ലോ, ഒരു റിസൾട്ടാണത്. അതിനോട് ജസ്റ്റിസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനും സിനിമയും മാത്രം അതാണ് ആ ഒരു സ്പേസിൽ അങ്ങനെ ഒന്ന് കാണാം. അപ്പോൾ അത് ഞാനിങ്ങനെ പറഞ്ഞ് അതിനെ മോശമാക്കിയ അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഏറ്റവും വലിയൊരു നീതികേടായിരിക്കും അത്. അപ്പോൾ നമ്മളത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ, അതല്ല ആൾക്കാരെ കണ്ട് അഭിപ്രായം പറയട്ടെ, നമ്മളത് കേൾക്കാം. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. Thank you so much bro, thank you so much.